ഹലോ ഗൈസ്, പോക്കർ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുളിയില ചൂടാൻ വേണ്ടിയിട്ടാണ്. പുളിയില ചൂടാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള കൊഴുവമീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പുളിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് അരപ്പിനുള്ള സാധനങ്ങളാണ് മുളക്, തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് അരച്ചെടുക്കാം. അതായത് പുളിയിലയും ഈ പച്ചമുളകും പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ നമുക്ക് മിക്സിയിലിടുന്നതായിട്ട് അരച്ചെടുക്കാം അരപ്പിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള പുളിയില ഇട്ട് കൊടുക്കാം. നമുക്ക് പുളിയില നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് ഫുള്ള് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, വെളുത്തുള്ളി, പിന്നെ നമുക്ക് പച്ചമുളക്, പിന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിനി അരപ്പ് റെഡിയാക്കി. ഹലോ ഗൈസ്, നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മീനിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് മീനിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിനകത്തേക്ക് മീനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പും കൂടെ അടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ സാധാ എണ്ണയായാലോ അല്ലെങ്കിൽ ആട്ടിയ എണ്ണയായാലോ ഏതെണ്ണയായാലും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും പിന്നെ മീനും ഉപ്പും കൂടിയാണ് മിക്സ് ചെയ്ത്, പിന്നെ അരപ്പും കൂടെ നമ്മൾ അരച്ച് വെച്ച ഇലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരച്ച് വെച്ചിരിക്കും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് പുളിയില ചുട്ടെടുക്കാൻ പോവുകയാണ്. പുളിയില ചുടാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ചീനച്ചട്ടി ഫസ്റ്റ് ഗ്യാസിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ വാഴയിലയാണ് എടുത്തേക്കുന്നത്. വാഴയില ചീനച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പുളിയില മീനും എല്ലാം കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ മീനെല്ലാം നമുക്ക് വേവണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാഴയിലയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ വാഴയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം അടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് ഉണങ്ങണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പം മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വാഴയില ഒന്നോടെ വെച്ചൊന്ന് മൂടി വെച്ച് അത് ഒന്നോടെ ഒന്ന് ഉണക്കിയെടുക്കാം. ഹലോ ഗൈസ്, നമ്മുടെ മീൻ ഇവിടെ ഇപ്പോൾ ഉണങ്ങി നന്നായിട്ട് അത് ചുട്ട് വന്നേക്കുകയാണ്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പുളിയില ചുട്ടത് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല മണമുണ്ട്. നല്ല ഈ മഴ പെയ്യണ സമയത്തേ നല്ലോണം നല്ല ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ, ചക്കയുടെ ഒപ്പം കഴിക്കാനും കപ്പയുടെ ഒപ്പം കഴിക്കാനും അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേരെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.